പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ 3 മാസം മുമ്പ് ഇവിടുത്തെ ഗ്യാങ് കഴിഞ്ഞ് പോകാനുള്ള കാരണം ഞാൻ പറയട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നീട്ടിൽ ഇഷ്യൂ വന്നിട്ടുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കപ്പിച്ചടാ. ഈ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി. ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ, ഇവർ എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എടാ, അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയിൽ, ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ടി വരും. എടാ, ഇന്നലെ ഞാൻ ഓൻ്റെ ലൈവ് കാണുമ്പോൾ ഞാനൊരു ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് ആട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ? ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇത് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറയാം. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം. ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിംഗ് എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ മാറിയിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്. ഓക്കെ, അതും ഞാൻ അങ്ങനെ കുടിയാനോ അങ്ങനെ ഇരുന്ന് കുടി അങ്ങനെയൊന്നുമല്ല. ഓക്കെ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു നോക്കാം, അതിൽ എന്തായാലും ആൽക്കഹോൾ ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല മോനെ. ഷമീറിൻ്റെ മോനെ, ഷമീറിൻ്റെ ആളുകളെല്ലായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ പറ. എന്നിട്ട് അതിൽ ഡ്രഗിൻ്റെ അംശമില്ലെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാം ചാവട്ടെ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാർ ഇതെപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എന്ത് കൊണ്ടല്ലോ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനം ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പോൾ കാണിക്കാൻ പോകുന്നൊരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞാൽ ഓമെന്ന് പറയട്ടെ, ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിൻ്റെ ബാക്കി ഒരു സാധനം ഉണ്ട് മോനെ. അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഇവിടെ മതിയോ? ബ്ലർ മതിയോ? അത് ബ്ലർ ഇല്ലാത്ത വേണം. ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കി അവൻ്റെ മുഖം കാണാം. ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ? ഇതിൻ്റെ ബാക്കി എന്താ അറിയോ? മമ്മു ബ്ലോ ചെയ്യാ ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ, അതിനുശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെൻ്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാം ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല, ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലനേഷൻ വരുമല്ലോ. ഓൻ പറയട്ടെ, ഇത് ഓനല്ലാന്ന് പറയട്ടെ. ഇതിൽ മമ്മൂനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടെ. മമ്മൂനെ സെക്ച്വൽ അബ്യൂസ് ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ ഓനല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിൻ്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്ത് വിടും. ഞാൻ ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആട്ടെ, ഞാൻ ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടവർ, ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഒന്നും അത്രയും ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലാ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറേ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോകുന്നത്, പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്. അല്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം, അതാണ് നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിലൊരുത്തൻ്റെ ഫോണ് നൈസായിട്ട് അതിൻ്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ് ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട്, എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും. എടാ, നെറ്റ് പോയാ? അല്ല, ഫോണിൽ മാത്രമേ പോയിട്ടുള്ളൂ അല്ലേ. 3000 ചില്ലറ കോൾ റെക്കോർഡ്, കുറേ വാട്സപ്പ് ഓഡിയോ, ഇതെല്ലാം ഓഡിയോ റെക്കോർഡ്സ് തന്നെ 3152 മൊത്തം ഉള്ളത്. കണക്കെടുത്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസ്, ഫോട്ടോസ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഓക്കെ, ആണെങ്കിൽ എല്ലാം ഗൈസ് ഇത് ആണെങ്കിൽ
മോനെ ഇത് ആണെങ്കിൽ ഞാൻ ഒരാൾക്കെതിരെ ഇല്ലാത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇതെന്ത് വല്ല ക്രൈമാണെന്നറിയാം മോനെ, ഇതെന്ത് വല്ല ക്രൈമാണെന്നറിയാം മോനെ. നാളെ ഞാൻ ജയിലില്ല ഇത് ആണെങ്കിൽ കേട്ടോ. നാളെ ബ്ലറില്ലാത്ത വേഷം ആണെങ്കിൽ ഞാൻ പുറത്തുവിടും. ഓൻ പറയട്ടെ, ഓനെല്ലാന്നും പറയട്ടെ, അപ്പോൾ ഞാൻ പുറത്തുവിടും. ഓക്കെ, ഹൂ ഷൂട്ട് ദാറ്റ് ഫുട്ടേജ് അത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കറക്റ്റ് കട്ട് ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. അതിൽ ഈ ഷൂട്ട് ചെയ്ത ആളെ മുഖം കാണുന്നുണ്ട്. അത് ഒരിക്കലും വരരുത്. അയാളുള്ളതുകൊണ്ട് മാത്രം എനിക്കിത് കിട്ടിയതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും അറിയില്ല. മനസ്സിലായോ? ഇത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം വന്നത്. മനസ്സിലായോ? അതിൻ്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. മനസ്സിലായോ ബ്രോ? വീഡിയോ എങ്ങനെ അൺബ്ലർ വേർഷൻ കാണിക്കില്ല ബ്രോ? അല്ല അങ്ങനത്തെ ഒന്നും ഇല്ലടാ. എല്ലാം ഡ്രഗ് എവിഡൻസ്. ഓക്കെ 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 എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാരെ കോൾ റെക്കോർഡ് ചെയ്ത്. ഓക്കെ, കോൾ റെക്കോർഡ് മമ്മും ജാസിയും തമ്മിലുള്ള കോളാണ്. ഓലെന്താന്ന് അറിയാലോ? ഓല എന്തിനുള്ള കോഡ് വേർഡാന്ന് നിങ്ങൾക്ക് അറിയാലോ? എന്തായാലും കൂടുതൽ പേർക്കും അറിയായിരിക്കും അല്ലേ? അല്ലേ? നല്ല സാധനമാണല്ലോ. പൈസ കൂടിയത് നല്ല സാധനമായോണ്ടാ. എന്നാ ശരി. എന്നാല് ഗ്രൂപ്പിൽ എന്താ അപ്ഡേറ്റ്? പ്ലാന് എന്നെ കൊല്ലാനുള്ള പ്ലാന്. ഞാൻ ഉറങ്ങുമ്പോൾ വിഷം തന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനടാ. ഇത്രയും നോക്കി ഇതാക്കി വളർത്തിയിട്ട് തന്തയില്ലാത്തവന്മാർ പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പഠിക്കാത്തവന്മാരാടാ. ഇത് അറിയണോടാ എല്ലാവരും. നിക്ക് ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടേ ശരത്ത് ഷമീറിനെ വിളിച്ചത്. സംഭവം മൊഴിയുടെ കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവം ഒരിക്കലും ചീത്ത വിളിക്കാനും പോകുന്നില്ല. ഇത് ഞാൻ തന്നെ വിളിക്കുന്ന പോലെ നമ്മളെല്ലാം ചീത്ത വിളിക്കുന്നത്. അപ്പൊ എനിക്ക് കേട്ടാലും മനസ്സിലാകാം ഇത് ജാതി മോട്ടറാക്കി വിട്ടിട്ട് ഇതാക്കിയതല്ല. അത് കുട്ടിയിൽ വേണ്ടി അങ്ങനത്തെ മുനു ഇപ്പൊ അത് തന്നെ എന്റെ അടുത്ത് പറയണേ. മുനുവിന്റെ അടുത്ത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസി എന്തോന്ന് ജാസിയാണ് ഇപ്പം അതിൽ ഏറ്റവും വലിയ ഇതായിട്ട് കളിക്കുന്നത്. ജാസി ഇവന്മാരെ വെച്ച് കളിക്കണം എന്നൊക്കെയാണ് മുനുവിന്റെ അടുത്ത് പറഞ്ഞത്. ജാതി പേയ്മെന്റ് വാങ്ങിയതും ഈ പിള്ളേരെ വെച്ചിട്ടാണ്. അതായത് അതിന്റെയും അമ്മനും അവരെല്ലാം വിജയിക്ക് അഭിനയിച്ചിട്ടുള്ളൂ. അപ്പൊ അവരെ അഭിനയിക്കൂല എന്ന് പറഞ്ഞിട്ട് അവരെ ഉള്ള കൺട്രോളിലാണ് പോലും കളിക്കുന്നത്. ജാതി ജാതി ഒറ്റയ്ക്ക് വന്നാൽ കൂടെ നിന്റെ 4 സീനല്ലേ കട്ട് ചെയ്യുമെന്ന് പറയും. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, ഈ 2 സീനുള്ള ഇവന് 40,000 രൂപ, ഈ സിനിമ മൊത്തമുള്ള അതിന് 30,000 രൂപ, അതെന്താ? അതാ പറഞ്ഞ, അതായത് ഈ ജാസി അല്ല ഈ ആദിലും മമ്മുവും ജാസി പറയുന്നത് മാത്രമേ കേൾക്കൂ. അപ്പൊ ഇവര് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ഇവരെ സിനിമയിൽ അഭിനയിക്കാൻ വിട്ടിട്ട് അതിന്റെ പൈസ ഞാൻ എടുക്കാന്നല്ലേ നോക്കിയത്. അതിന്റെ പ്രൊഡ്യൂസർ ആ സിനിമ സൈറ്റിലുള്ള മൊത്തം ആൾക്കാർക്ക് അറിയാം കാര്യങ്ങൾ. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞ മുത്തേ, ഞാൻ മൊത്തമുള്ള ഇത് ഈ ട്രൂത്ത് എല്ലാവരും അറിയണോടാ. ഞാൻ ഒരു കാര്യം പറയാലോ, ഇതിൽ ഞാൻ ദുഷ്ടനാന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവര് ചെയ്തെന്താന്ന് ആലോചിക്കടാ. ഞാൻ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാവരും കേറിപ്പോട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പൈസക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം കയറിയിട്ട് ഇങ്ങനെയല്ല ആരെങ്കിലും ചെയ്യോടാ. ഇവർ ഇത്രയും ധൈര്യം ഇതിന് കാണിക്കണമെങ്കിൽ ഞാൻ അത്രയും പാവാന്ന് അവർക്ക് അറിയുന്നതുകൊണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ അത്രയും ഞാൻ ഇതെല്ലാം ഈ 3 മാസമായിട്ട് ഞാൻ ഇവർക്കെതിരെ ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ജീവിക്കട്ടെ, നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ. ഇന്നലെ വന്നിട്ട് എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞത്? ഇവര് മൊത്തത്തിൽ സീനാക്കും. ജാസിക്കും 40 രൂപ കിട്ടിയില്ലെങ്കിൽ ഇവര് സീനാക്കും. അതായത് ഇവരെ കണ്ടോ, ജാസിയാണ് ഇവരെ നേതാവ്. അപ്പൊ നേതാവിന് 40 രൂപ കൊടുക്കും. അപ്പൊ അവൻ പ്രൊഡ്യൂസർ ബ്ലാക്ക് മെയിലിൽ വീണട്ടെ. ഞാൻ ഒരിക്കലും ബ്ലാക്ക് മെയിലിൽ വീഴൂല. ഇതിൽ പറയുന്നുണ്ടെന്ന് തോന്നട്ടെ, ഇതിലോ അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ഓഡിയോയിലോ ഇതിലോ പറയുന്നുണ്ട്. അപ്പൊ അവൻ പ്രൊഡ്യൂസർ, ഇവർ 3 ആളും സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലോ. സിനിമ സൈറ്റിൽ നിന്ന് ഡ്രഗ്സ് ഉപയോഗിച്ച് ഓക്കെ അടി ഉണ്ടാക്കി. അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഓക്കെ, അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഇപ്പം നിനക്കെല്ലാം ഡബ്ല്യു ആടാ. ഇപ്പം നീ കുറച്ച് നേരത്തെ നീയെല്ലാം ഫേക്ക് സ്ക്രിപ്റ്റ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഈ ലൈവ് തീരുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോകുമ്പത്തേ. മോനെ ഹെയ്റ്റ് ഒന്നും ഉണ്ടായവനാ ഞാൻ. മനസ്സിലായോ? കോൺട്രവേഴ്സിന്ന് ഹെയ്റ്റ് ഒന്നും വളർന്നു വന്നവനാ ഞാൻ. എനിക്ക് ഈ ഇന്നലെ ഇവർ ഹെയ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് തൂങ്ങിച്ചാവും. ഞാൻ അല്ലെങ്കിൽ എല്ലാം നിർത്തി അങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ മോനെ. ഞാൻ ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? മമ്മു ഹൗസ് ശരിയാ. മമ്മുവിന്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നല്ല, ഓടിട്ട വീടാ മമ്മുവിന്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റണ്ട, വേറെ വീട്ടിലേക്ക് മാറ്റാന്നാ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്തയില്ലാത്തവനെല്ലാം വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത മമ്മുവിന്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മു നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത ഒന്നും ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അല്ല, ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അങ്ങനെയല്ല കാണുന്നത്. മമ്മുവിന്റെ ചതികളെല്ലാം വരുന്നുണ്ട്.
ഓന്റെ വീട് വേറൊരു ചെറിയ